Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയായിരുന്നോ? Okay, ma'am. ഓക്കെ. മിണ്ടല്ലേ മിണ്ടല്ലേ അടിയിട്ടു മൈക്ക് എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? അനുശ്രീ ഒന്ന് പറഞ്ഞേ. റേഡിയേഷൻ പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. അനുശ്രീ ഒന്ന് പറഞ്ഞേ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അനുശ്രീ ഉണ്ടാ? ദീപ, രാജു, രഞ്ജു. ദീപ ഒന്ന് പറഞ്ഞേ. ജോൺഷി. radiation പറഞ്ഞോ. radiation protection, also known as radiological protection. അത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫോർ ഇൻജറേഷൻ ഓഫ് ടു എക്സ്പ്ലോസ് ദ അയണൈസേഷൻ റേഡിയേഷൻ. അയണൈസേഷൻ റേഡിയേഷനിന്ന് അപ്പൊ പീപ്പിളിനെയൊക്കെ അവിടുന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അറ്റാച്ചിങ് ആസ് റേഡിയോളജിക്കൽ മെഷേഴ്സിനെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് MRI സ്കാനിങ്ങും CT സ്കാനിങ്ങും. അത് 3 തരത്തിലാണ് ഉള്ളത്. ഓക്യുപേഷണലും മെഡിക്കലും പബ്ലിക്കും. MRIs, എക്സ്റേ, ഓക്കെ. എന്താണ് 3 തരത്തിലെ റേഡിയേഷൻ പ്രൊട്ടക്ഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഓക്യുപേഷണൽ, മെഡിക്കൽ, പബ്ലിക്. എന്താണ് ചെയ്തിരിക്കുന്നത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്?
പബ്ലിക് മറ്റേ മെമ്പേഴ്സ് മെഡിക്കലിലും അത് പേഷ്യൻസും വരും. ഇനി measures to be taken for protection. അതിൽ for patients. For patients. ഒന്ന് പറഞ്ഞേ. For patients. വോയിസ് ബ്രേക്ക് ആവുന്നു. മറ്റുള്ള ആൾക്കാരെ മുന്നോട്ട് ചെയ്ത് വെച്ച് ഓക്കെ. പറഞ്ഞേ. For patientsന്റെ മെഷേഴ്സുകള് എന്ന് പറഞ്ഞേ. സുഷിണ്ട ഉണ്ട് മാം. പറഞ്ഞോ. For patient and optimization of TCT dose, shielding of patient's parts, കവച സംരക്ഷണം, green color dose, periodic calibration of machines and quality control, reduce the time spent near the X-ray source. അതെന്തൊക്കെയാണ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് വായിക്കാനല്ല, മനസ്സിലായ കാര്യങ്ങളൊന്നും പറഞ്ഞേ. കറക്റ്റായ എക്സ്റേ, ഉത്തമമായതും കറക്റ്റായതുമായ എക്സ്റേ ആൻഡ് CT ഡോസുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താ? ഡോസുകൾ പോകണം. പിന്നെ കവച സംരക്ഷണം, ഗ്രീൻ കളർ ഡോസിന്റെ പോയിന്റ് പീരിയോഡിക് മെഷീൻസ് ക്വാളിറ്റീന്റെ അളവും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. മെഷീൻസ് ക്വാളിറ്റീന്റെ അളവ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്, ടൈം റെഡ്യൂസ് ചെയ്ത് എക്സ്റേ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യണം? രോഗിയെ പുറത്തിറക്കണം ആ റൂമിൽ നിന്ന്. ഓക്കെ. ഇനി TLD എന്തെന്നാ? TLDയുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. TLDയുടെ ഫുൾ ഫോം ഞാൻ ചോദിക്കുന്ന ആള് മാത്രം, ബാക്കിയുള്ള ആൾക്കാരെ മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സജിത, എന്താണ് TLDയുടെ ഫുൾ ഫോം? സജിത. ഷഹീന ഒന്ന് പറഞ്ഞേ. തെർമോലൂമിനസെന്റ് ഡെസിമീറ്റർ. ഇനി ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ്? ഡെസിമീറ്റർ എന്ന് പറഞ്ഞാല് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എത്രത്തോളം റേഡിയേഷൻ മെഷീനുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ പബ്ലിക്കിന്റെ മെഷേഴ്സ് ആര് പറയും? അഞ്ജു ഒന്ന് പറഞ്ഞേ. അഞ്ജു ജോഷി. അഞ്ജു ഉണ്ടാ? എന്ന് പറഞ്ഞേ. അഞ്ജു. ഷംന എന്ന് പറഞ്ഞേ. ഫോർ പബ്ലിക്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജനങ്ങൾ അധികമുള്ള സ്ഥലം, അത് എക്സാമ്പിൾ ആയിട്ട് റിസപ്ഷൻ, ലാബ് തുടങ്ങിയുള്ള സ്ഥലങ്ങൾ മാറി വേണം റേഡിയേഷൻ റൂം മാറ്റി സ്ഥാപിക്കാന്. പിന്നെ വാണിംഗ് ബോർഡ് യൂസ് ചെയ്യണം. പിന്നെ യെല്ലോ ഗ്ലോ ഉള്ള സൈൻ ബോർഡ് റേഡിയേഷൻ ഏരിയയിൽ ഉണ്ടായിരിക്കണം. റേഡിയേഷൻ റൂമില് റേഡിയേഷൻ നടക്കുമ്പോൾ വാർണിംഗ് ലൈറ്റ് ഉണ്ടായിരിക്കണം. അത് വിത്തൗട്ട് റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായിട്ട് ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കറന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റും മെഷീനും ഓഫ് ആയിട്ട് പോവും. അതുകൊണ്ടാണ് സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ലാസ്റ്റ് പോർഷൻ ആണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ കേട്ടോ. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.
എന്താണ് പറയുന്നത്? ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഹോസ്പിറ്റലിൽ എന്താണ് കുറെ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. അതിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ എല്ലാ പോളിസീസും പ്രൊസീജിയറും അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ ഒക്കെ എടുക്കുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന ചുമതല. Enlarging and consenting all radiology department policies and course of action for the radiology department. First point നോക്കാം. Appointment system for one patient should be so planned that inpatient need not have to wait excessively. എന്താണ് പറയുന്നത്? ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്മിറ്റ് ചെയ്യുന്ന ആ പേഷ്യന്റുകളെയാണ് നമ്മൾ പറയുന്നത് ഇൻപേഷ്യൻസ്. അപ്പോ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. എന്താണ്? കിടത്തി ചികിത്സിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ, ചിലപ്പോ ഇമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ അതിലുള്ള ആൾക്കാരായിരിക്കും കിടത്തി ചികിത്സിക്കുന്ന ആൾക്കാര്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കും റേഡിയോളജിയില് അല്ലെങ്കിൽ റേഡിയേഷൻ ഇമേജുകൾ എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനുണ്ടാവും, MRI ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ ആ ടൈമിൽ അവരെന്താണ് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ആണ് പ്ലാൻ ചെയ്ത് പോകേണ്ടത് ആര്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ അങ്ങനെയുള്ള പ്രൊസീജിയർ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. അങ്ങനെയുള്ള പ്രൊസീജിയറിലാണോ അവർ പോകുന്നത്? അവരുടെ പോളിസീസും അതുപോലെ തന്നെ പ്രൊസീജിയറും ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. അപ്പോ ഇൻപേഷ്യന്റുകള് എന്താണ്? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് കിടത്തി ചികിത്സിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻപേഷ്യൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവര് റേഡിയേഷൻ ചെയ്യാൻ വരുമ്പോ അവരധികം ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല? വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. കാരണം അവരുടെ ചിലപ്പോ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അധികം നേരം വെയിറ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ റേഡിയേഷൻ അവർക്ക് ചെയ്യണം എന്നാണ് എന്ത് പറയണത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയർ അവർ ചെയ്യുന്നുണ്ടോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് രീതിയിലാണോ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടാണോ ഒരു പ്രൊസീജിയർ പോകുന്നതെന്ന് ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്നത് ആരുടെ കടമയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. ഓക്കെ ആണോ? പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആയോ ആ പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ മിസ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ടൈംസ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. അല്ലെ, ഹോസ്പിറ്റലിന് എന്താണ് ഒരു പോളിസീസ് ഉണ്ട് അല്ലെ, പോളിസീസും പ്രൊസീജിയറും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പോളിസീസുകള് ഇവര് എന്ത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് തുറക്കുന്നതിനും അടക്കുന്നതിനൊക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്. ഇവർക്ക് തോന്നിയതുപോലെ തുറക്കാൻ പറ്റുമോ? ആ സ്റ്റാഫുകൾക്ക് തോന്നിയതുപോലെ 10 മണിക്ക് തന്നെ തുറക്കുക, 4 മണിക്ക് അത് അടച്ചു പോവുക, അങ്ങനെ പറ്റില്ല. എന്താണ്? ഓരോ ഫാമിലി വർക്ക് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട്, ഓരോ ടൈമിങ്ങും ഉണ്ട്. അപ്പൊ ഈ ടൈമിൽ തന്നെ എന്ത് ചെയ്യാം? അവര് അത് തുറക്കുക, അവര് പറഞ്ഞിരിക്കുന്ന ടൈമിൽ അത് അടയ്ക്കണം. അപ്പൊ അങ്ങനെയുള്ള ടൈം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റല് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഹിക്കണം. അത് നോക്കുന്നു, അവര് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ടൈമിങ്ങിനാണോ അത് തുറക്കുന്നതും അടക്കുന്നതും എന്ന് ഇവര് ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ഇൻപേഷ്യന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലില് കിടന്ന് ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിനെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് വരുമ്പോ, അവര് റേഡിയോളജി ചെയ്യാൻ വരുമ്പോ എന്താണ്? അവരെ അധികം നമ്മള് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരെ പെട്ടെന്ന് എന്ത് ചെയ്യാ? ഈ റേഡിയോളജി ഇമേജിങ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വിടണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യണം.
ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? കറക്റ്റ് അല്ലെ, ഹോസ്പിറ്റൽസ് പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ ഉള്ള പ്രകാരമാണ് എന്ത് ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കേണ്ടത്. ആ ടൈമിങ് കറക്റ്റ് ടൈമിങ് കീപ്പ് ചെയ്ത് പോകണമെന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ. ഇനി തേർഡ് പോയിന്റ് എന്താണ് പറയുന്നത്? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. എന്താണ് അവേർട്ടഡ് എന്ന് പറഞ്ഞാല്? അവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെ? അവോയ്ഡ്. അവേർട്ടഡ് മീൻസ് അവോയ്ഡ്. അറിയാത്തവർ എഴുതി വെക്കണേ. അവേർട്ടഡ് എന്ന് പറഞ്ഞാല് അവോയ്ഡ്. Averted means avoid. അപ്പൊ എന്താണ് തേർഡ് പോയിന്റിൽ പറയണത്? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് അല്ലെ? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. എന്താണ്? കൂടുതൽ നേരം രോഗികളെ എന്ത് ചെയ്യാൻ പാടില്ല? വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല. വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു റേഡിയേഷൻ ചെയ്തു, അതിനുള്ള റിസൾട്ടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ നമ്മൾ സാധാരണയാണെങ്കിലും എന്താണ്, ഇപ്പൊ MRI ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, CT സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷെ കൂടുതൽ നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ റിപ്പോർട്ടുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നോൺ എസെൻഷ്യൽ അല്ലെ? നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ആ ടൈമിങ് അല്ലെ, ആവശ്യമില്ലാതെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് തേർഡ് പോയിന്റിൽ പറയുന്നത്? എന്താണ് നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം അല്ലെ? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ MRIയും CT സ്കാനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ എന്താണ്, കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണം. അതല്ലാതെ കൂടുതൽ നേരം റിപ്പോർട്ടുകൾ കിട്ടാനും സ്കാൻ ചെയ്യാനും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ തേർഡ് പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മിഷൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. എന്താണ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? പ്രിവെന്റീവ് പഠിച്ചിട്ടുണ്ടല്ലോ. തടയുക അല്ലെ? തടയുക. അപ്പൊ പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് തടയുക. പ്രിവെന്റീവ് മീൻസ് തടയുക. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മിഷൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ? ഇപ്പൊ മിഷൻസ് ആയാലും അവിടെയുള്ള എക്യുപ്മെന്റ്സിനായാലും എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാല് അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടനടി എന്ത് ചെയ്യാം? തീർത്തു പോവുക. അല്ലെങ്കിൽ എന്താണ്, സ്കാനിങ് ഒക്കെ ചെയ്യാൻ വരുമ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടാവും, സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്താണ്, ഇപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചുമതലയാണ് ഇപ്പോ മിഷൻസിന് അല്ലെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ തന്നെ അത് തീർത്തു പോകണം. അത് അവിടെ ഇട്ട് രോഗികൾക്കും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അപ്പോ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചുമതലയാണ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ മിഷൻസ് ഒക്കെ ഗുഡ് ക്വാളിറ്റിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കണം. ഓക്കെ ആണോ? 4 പോയിന്റ് മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞത്, ഇൻപേഷ്യന്റുകൾ വന്നാൽ അല്ലെ, കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയ രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അധികം നേരം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അല്ലെ? പെട്ടെന്ന് തന്നെ അവരെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യാ? ഇമേജുകൾ അല്ലെങ്കിൽ സ്കാനൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വിടണം. അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം എന്ത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകള് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ആണ് പറഞ്ഞത്, എന്താണ്?
ടൈമിങ്ങിന് അല്ലെ, ടൈമിങ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളും ടൈമിങ്ങിനാണോ അല്ലെങ്കിൽ ഓരോ ടൈമിങ്ങും കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണം. ഇനി എന്താണ് പറയുന്നത്? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് അല്ലെ, എന്താണ് അനാവശ്യമായിട്ടുള്ള വെയിറ്റിംഗ് ഒഴിവാക്കണം. എന്താണ് റിപ്പോർട്ടുകൾ കിട്ടാനും സ്കാൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ അനാവശ്യമായിട്ട് ഓരോ രോഗിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് അല്ലെ, മെഷീൻസും അവിടെയുള്ള എക്യുപ്മെന്റ്സും കറക്റ്റ് ഗുഡ് ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യണം, അത് തീർക്കണം. അല്ലെങ്കിൽ എന്താണ് രോഗികൾക്കായാലും അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനായാലും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇവയൊക്കെ കറക്റ്റ് ആണോ ചെയ്യുന്നുണ്ടെന്ന് ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണം. 4 പോയിന്റ് ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് പറയട്ടെ മിസ്. എന്താണ് അടുത്ത പോയിന്റ്? ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ദ ഇഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ്, ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസസ്. എന്താണ് പറയുന്നത്? ആ പോയിന്റ് നിങ്ങൾക്ക് തന്നെ പറയാലോ. എന്താണ് ആ പോയിന്റിൽ പറയണത്? ആ പോയിന്റിൽ എന്താ പറയണത്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ആരൊക്കെ തമ്മില്? മെഡിക്കൽ സ്റ്റാഫുകൾ തമ്മില്, അഡ്മിനിസ്ട്രേഷൻ തമ്മില്, അല്ലെങ്കിൽ അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസുകൾ അല്ലെ, അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിലും ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തമ്മിലും മെഡിക്കൽ സ്റ്റാഫുകൾ തമ്മിലും ഒരു ഗുഡ് റിലേഷൻഷിപ്പ്, വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, ലാസ്റ്റ് അല്ല അടുത്ത പോയിന്റ് ആണ് പറയുന്നത് അസസ്മെന്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സ്റ്റാനസ് ഓഫ് റേഡിയോളജി സർവീസ്. എന്താണ് എക്സ്റ്റാനസ്? എക്സ്ട്രാഗ്നസ് എന്താണ് മീനിങ്? കറക്റ്റ്, അല്ലെങ്കിൽ എന്ത് പറയാം? സൂക്ഷ്മത. 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 പിന്നെന്താ? ക്വാളിറ്റി എന്തായിരിക്കും? ക്വാളിറ്റി എന്തായിരിക്കും? നിലവാരം അല്ലെങ്കിൽ ഗുണനിലവാരം. ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണനിലവാരം. അസസ്മെന്റ് എന്തായിരിക്കും? അസസ്മെന്റ് മീൻസ് അസസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? വിലയിരുത്തുക. വിലയിരുത്തുക അല്ലെങ്കിൽ വിലയിരുത്തൽ. ഓക്കെ, ഇവാലുവേറ്റ് ശരിയാണ് കേട്ടോ. അപ്പൊ എന്താണ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയിരുത്തുക. എന്ത്? ക്വാളിറ്റിയും അതിന്റെ സൂക്ഷ്മതയും എന്തിലുള്ളത്? റേഡിയോളജി സർവീസിലുള്ളത് അല്ലെ. അതിന്റെ ഇമേജിങ്, റേഡിയോളജി എടുക്കുമ്പോൾ അതിന്റെ ഇമേജിങ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ എഴുതുന്നത് ശരിയാണോ, ശരിക്കാണോ എഴുതുന്നത്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യണം? അസസ്മെന്റ് ചെയ്യണം, വിലയിരുത്തണം. ആര്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാ കറക്റ്റ് രീതിയിലാണ് പോകുന്നത് എന്ന്, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് സർവീസിലാണോ, ഈ റേഡിയോളജി സർവീസ് കൊടുക്കുമ്പോൾ നല്ല രീതിയിലാണോ പോകുന്നത് എന്ന് ആര് ചെക്ക് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, പോയിന്റ് മനസ്സിലായോ? അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസ്. റേഡിയോളജി സർവീസുകൾ അല്ലെ, ഓരോ രോഗികൾക്കും നമ്മൾ റേഡിയോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്കാനിങ് ആയാലും എക്സ്റേസ് ആയാലും അങ്ങനെയുള്ള റേഡിയോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകളും അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗികൾക്ക് കൈമാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ റിപ്പോർട്ട് കൈമാറുമ്പോൾ നല്ല രീതിയിലാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്ന്
അവിടെ ചെക്ക് ചെയ്യണം. റേഡിയോളജിസ്റ്റുകൾ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കറക്റ്റ് രീതിയിലാണോ ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ആര് നോക്കേണ്ടതായിട്ടുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി all the reports are to be signed by radiologist. ആരാണ് സൈൻ ചെയ്യേണ്ടത്? ആരാണ് സൈൻ ചെയ്യേണ്ടത് റിപ്പോർട്ട്സുകള്? All the reports are to be signed by radiologist. റേഡിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യണം? ഓരോ റിപ്പോർട്ടിലും സൈൻ ചെയ്തിരിക്കണം. ഇനി എന്താണ്? There should be well-trained and registered radiographers. At least one should be available on call at time. എന്താണ് പറഞ്ഞത്? റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റേഡിയോഗ്രാഫേഴ്സ് ആരായിരിക്കും? റേഡിയോഗ്രാഫേഴ്സ് ടെക്നീഷ്യൻസ് ഒക്കെ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ സ്റ്റാഫിന്റെ സ്പെഷ്യലിസ്റ്റുകൾ അല്ലെ, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയാം അല്ലെ. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയാം. അപ്പൊ അവരെന്തായിരിക്കും? വെൽ ട്രെയിനഡ് പേഴ്സൺസ് ആയിരിക്കും. അതാണ് പറയണത് there should be well-trained and registered radiographers. അവരെന്തായിരിക്കും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റുകളാണ് റേഡിയോഗ്രാഫേഴ്സ്. ഇത് അവർ എങ്ങനെയായിരിക്കും? വെൽ ട്രെയിനഡ് പേഴ്സണുകളായിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. എന്താണ്? വിളിച്ചാല് അപ്പോ തന്നെ അവൈലബിൾ ആയിരിക്കണം അല്ലെ. നമ്മള് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ എന്താണ്? വിളിച്ചാല് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് ക്ലിയർ ആയില്ലേ? ഈ ലാസ്റ്റ് പോയിന്റ് ആണ് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ BARC should be clung to. എന്താണ് പറയുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അതുപോലെ തന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഈ മൂന്ന് കാര്യങ്ങളും പറയുന്നതനുസരിച്ചാവണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കേണ്ടത് അല്ലെ. ഈ മൂന്ന് കാര്യങ്ങളുടെയും എന്താണ്? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെയും അതുപോലെ തന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ബേസിലും അതുപോലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെയും സ്റ്റാൻഡേർഡും റെഗുലേഷനും അനുസരിച്ചായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ ഈ പോയിന്റ്? എന്താണ്? മൂന്ന് കാര്യങ്ങളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട് അല്ലെ. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഈ മൂന്ന് കാര്യങ്ങളുടെയും സ്റ്റാൻഡേർഡും റെഗുലേഷനും അനുസരിച്ചായിരിക്കണം റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെ റേഡിയോളജിക്കൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കണം? അല്ലെങ്കിൽ ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ അതാണ് ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ് പോയിന്റ്സുകള്. പോയിന്റുകളൊക്കെ മനസ്സിലായോ? ഫസ്റ്റ് എന്താണ് ഒന്നുകൂടി പറയാം. എന്താണ്? ഇൻപേഷ്യന്റ് അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന ആൾക്കാരെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവരെ പെട്ടെന്ന് അല്ലെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ റേഡിയോളജി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചുവിടണം. അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. പിന്നെന്താണ്? ഡിപ്പാർട്ട്മെന്റ് ടൈമിങ് അല്ലെ, കറക്റ്റ് ടൈമിങ്ങില് ആ ടൈമിങ്ങോടെ ആയിരിക്കണം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കേണ്ടത്. ഇനി എന്താണ്? നോൺ എസെൻഷ്യൽ പേറ്റിങ് അവേർട്ടഡ് ആയിരിക്കണം അല്ലെ, ഒഴിവാക്കണം.
പിന്നെന്താണ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മിഷൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മിഷൻസിന് അല്ലെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും അത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകണം. അത് ഇങ്ങനെ ഇടാൻ പാടില്ല. അപ്പൊ എന്താണ്, രോഗികൾക്കായാലും സ്റ്റാഫിനായാലും അതെന്താണ് റേഡിയോളജിയിൽ ചെയ്യാൻ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ മിഷൻസിനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് തീർത്ത് പോകണം. പിന്നെന്താണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകളായാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും അതുപോലെ അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആയാലും എന്താണ്, നല്ലൊരു വർക്ക് റിലേഷൻഷിപ്പ് അല്ലെ, ഇഫക്റ്റീവ് വർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. പിന്നെന്താണ്, റേഡിയോളജിക്കൽ സർവീസ് അല്ലെ, റേഡിയോളജി സർവീസ് ഓരോ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് സൂക്ഷ്മമായിട്ടാണോ അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റിയിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ആര് നോക്കണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെന്താണ്, റേഡിയോളജിസ്റ്റുകൾ എല്ലാ റിപ്പോർട്ടിലും സൈൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ്, റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന്റെ സ്പെഷ്യലിസ്റ്റുകളെയാണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്, വെൽ ട്രെയിനഡ് പേഴ്സൺസ് ആയിരിക്കും. പിന്നെന്താണ്, വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അറ്റ് ടൈമിൽ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അതുപോലെ തന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ബാവ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്, ഇവ മൂന്നിന്റെയും സ്റ്റാൻഡേർഡും റെഗുലേഷനും അനുസരിച്ചായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കണം, അല്ലെങ്കിൽ ആര് ഉറപ്പുവരുത്തണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയാ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആവുന്നുണ്ടോ ഒന്ന് വായിച്ചു നോക്കിയേ. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയണോ? എന്താണ്, സ്റ്റാൻഡേർഡ്സ് അല്ലെ, ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അതുപോലെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ബാവ അറ്റോമിക് റിസർച്ച് സെന്റർ, ഇവ മൂന്നിന്റെയും സ്റ്റാൻഡേർഡും റെഗുലേഷനും വെച്ചിട്ടായിരിക്കണം ഈ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആയോ? ക്ലങ് എന്ന് പറഞ്ഞാല് ചേർന്ന് നിൽക്കുക, ചേർന്ന് നിൽക്കുക എന്ന് പറയില്ലേ? ഓക്കെ, ഇതാണ് ക്ലങ്ങിന്റെ അർത്ഥം കേട്ടോ. നമ്മുടെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസിന്റെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു, ചാപ്റ്റേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. നമ്മൾ എടുക്കാൻ പോണത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ഭാഗം എടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നയൻത് ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആരാ ഇൻപേഷ്യന്റ്? പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയണത്. എനിക്ക് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അഡ്മിറ്റ് ആയ പേഷ്യൻസിനെയാണ് നമ്മള് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് mentions the areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency service and ambulatory care. എന്താണ് പറയുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും കൂടിയും പറയുന്നുണ്ട്. അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. എന്താണ്?
ആംബുലേറ്ററി കെയറിന്റെയോ, ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബുലൻസിൽ കൊണ്ടുവരില്ലേ രോഗികളെ, അങ്ങനെയുള്ള സർവീസുകളെയാണ് ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത്. അതുപോലെ എമർജൻസി സർവീസിന്റെയോ അല്ലെങ്കിൽ എന്താണ് OP ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡോക്ടർമാരുടെ അല്ലെങ്കിൽ എന്താണ് ഈ സ്പെഷ്യലിസ്റ്റുകളുടെ എല്ലാം നിർദ്ദേശപ്രകാരം അസസ് ചെയ്യുന്നതിന് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? രോഗികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ട്, കിടത്തി ചികിത്സിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആംബുലേറ്ററി കെയറിന്റെ സർവീസസിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ എന്താണ് എമർജൻസി സർവീസിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ OP വന്നിട്ട് അല്ലെ ഡോക്ടറെ കണ്ടിട്ട് പറയും, ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറയൂലേ. OP അറിയാലോ നിങ്ങൾക്ക്. ഡോക്ടറെ കണ്ട് എന്ത് ചെയ്യുന്നു? OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിച്ചിട്ട് പോകുന്നു അല്ലെ. അപ്പൊ OP ചില രോഗികള് OP വരുമ്പോ എന്ത് ചെയ്യും? ഡോക്ടർ പറയും ഇത്തിരി ഇതാണ്, അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറയും. അങ്ങനെ ഡോക്ടർ പറയുന്നത് പ്രകാരം എന്ത് ചെയ്യുന്നു? രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയനെ പറയുന്നതാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത്? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ആൻഡ് IPD എന്ന് പറഞ്ഞാൽ എന്താണ്? Inpatient department is a part of healthcare facility or hospital where patients are admitted for over 24 hours. An IPD of hospital is generally equipped with medical equipments and 24/7 availability of doctors and nurse. എന്താണ് പറയുന്നത്? IPD എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത്? over the 24 hours അല്ലെ. രോഗികളെ അഡ്മിറ്റ് ആക്കി 24 hours കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? രോഗികൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർക്ക് കൊടുക്കുന്നത്? ബെഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇനി പറയുന്നത് എന്താണ്? 24/7 എന്ന് കൊടുത്തിട്ടില്ലേ? അതെന്താണ്? 24 മീൻ ചെയ്യുന്നത് 24 hours അതുപോലെ 7 മീൻ ചെയ്യുന്നത് 7 days. ഓക്കെ, ജോബി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ്? 24 എന്ന് പറയുന്നത് 24 hours അതുപോലെ 7 എന്ന് പറയുന്നത് 7 days മീൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? 24 hours into 7 availability of doctors and nurses അല്ലെ. എല്ലാ 24 hours 7 days എന്തുണ്ടാവും? ഡോക്ടേഴ്സിന്റെയും നേഴ്സിന്റെയും സാന്നിധ്യം ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. അപ്പൊ എന്താണ്? over the 24 hours അല്ലെ രോഗികളെ അഡ്മിറ്റ് ആക്കി ചികിത്സിക്കുന്നത് എന്താണ്? over the 24 hours ചികിത്സാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് കൊടുക്കുന്നത്? ബെഡ്, അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഡോക്ടേഴ്സിന്റെയും നേഴ്സിന്റെയും 24 hours അവൈലബിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ ആ പോയിന്റ്? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഇനി എന്താണ്? ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ സെവരിറ്റി ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ്. സെവരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തീവ്രമായ. അപ്പോ പേഷ്യന്റിന്റെ ഇൽനെസ് അല്ലെ, പേഷ്യന്റിന്റെ രോഗത്തിനനുസരിച്ച് ആയിരിക്കും ആ ഡ്യൂറേഷൻ. പേഷ്യന്റ് സ്റ്റേ ചെയ്യുന്ന താമസിക്കുന്ന ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ രോഗത്തിനനുസരിച്ചായിരിക്കും അല്ലെ. പേഷ്യന്റിന് ഇപ്പോ ഭയങ്കര കഠിനമായിട്ടുള്ള എന്തെങ്കിലും രോഗമൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ഡ്യൂറേഷൻ കൂടുതലായിരിക്കും അല്ലെ, ചികിത്സിക്കുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ എന്താണ്? പേഷ്യന്റിന്റെ രോഗത്തിനനുസരിച്ചായിരിക്കും അവിടെ സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംബുലേറ്ററി കെയറിന്റെയോ എമർജൻസി സർവീസിന്റെയോ അല്ലെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റിന്റെയോ സഹായത്തോടു കൂടി ഒരു രോഗിയെ അല്ലെ അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെയോ അസസ്മെന്റ് പ്രകാരം ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? 24 hours എന്തുണ്ടാവും?
ഓവർ ദ 24 hours എന്നാണ് പറയുന്നത് അല്ലെ. രോഗികളെ ചികിത്സിക്കുന്നത്, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്താണ്, ഓവർ ദ 24 hours ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബെഡുകൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നഴ്സിന്റെയും ഡോക്ടറിന്റെയും അവൈലബിലിറ്റിയും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, സ്റ്റേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, രോഗിയുടെ ഈ രോഗത്തിന്റെ ഇതനുസരിച്ചിട്ടായിരിക്കും, തീവ്രത അനുസരിച്ചിട്ടായിരിക്കും അവിടെ രോഗിയുടെ സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷൻ പോകുന്നത്. ക്ലിയർ ആയോ ആ 3 പോയിന്റും? ക്ലിയർ ആയി. ഒന്ന് വായിച്ചു നോക്കിയാ 3 പോയിന്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടാ. മൂന്നാമത്തെ പോയിന്റ് പറയണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഒരു രോഗിയുടെ എന്താണ് ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗത്തിന്റെ തീവ്രത, സെവരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രത അനുസരിച്ചിട്ടായിരിക്കും ആ രോഗി കിടന്ന് ചികിത്സിക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം സ്റ്റേ ചെയ്യണം, ഇപ്പൊ ഒരാഴ്ച വേണോ 2 ആഴ്ച വേണോ എന്നൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്, ആ രോഗിയുടെ തീവ്രത, രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റിലോട്ട് കടന്നോട്ടെ മിസ്. വാട്ട് ഈസ് അഡ്മിഷൻ? എന്താണ് അഡ്മിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് allowing a client. ക്ലയന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റലിലെ ക്ലയന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? പേഷ്യൻസ്, രോഗികളെയാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. It means allowing a client to stay in the hospital for observation, investigation and treatment of diseases he is suffering from. എന്താണ്, ഒരു രോഗിയെ ഹോസ്പിറ്റലിലോട്ട് പ്രവേശിപ്പിക്കുന്നത് എങ്ങനെയായിട്ടായിരിക്കും? ആ രോഗത്തിനെ ഒബ്സർവ് ചെയ്യാൻ, പിന്നെ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, നിരീക്ഷിക്കാനായിട്ട്, പിന്നെ അതിനെന്താണ്, ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കുന്നതാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. എന്താണ് അഡ്മിഷൻ എന്ന് പറയുന്നത്? ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു അല്ലെ. ആ രോഗം എങ്ങനെയാണ്, രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒബ്സർവ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നു, രോഗിയെ നിരീക്ഷിക്കുന്നു. അതുപോലെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാനായിട്ട്, താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുന്നതാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? യെസ്, ഇനി പറയണോ? ഓക്കെ, ഒന്നുകൂടിയും പറയാം. അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആ രോഗിയുടെ എന്താണ്, രോഗത്തെ ഒബ്സർവ് ചെയ്യും, അതുപോലെ നിരീക്ഷിക്കും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ആ രോഗിയെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു അല്ലെ. സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? താമസിക്കാനായിട്ട് അല്ലെ, താമസിക്കാനായിട്ട് അനുവദിക്കുന്നതാണ് എന്ത് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? അഡ്മിഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ? പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പർപ്പസ് എന്തായിരിക്കും? പർപ്പസ് ഉദ്ദേശം, കാരണം, ലക്ഷ്യം എന്നൊക്കെ പറയില്ലേ? അതാണ് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ, ആവശ്യകത. ഓക്കെ, എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആണ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. നിങ്ങൾക്കറിയാലോ, വായിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ. രോഗിക്ക് എന്ത് കൊടുക്കണം? എന്താ കൊടുക്കേണ്ടത്? ഇമ്മീഡിയറ്റ് കെയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ് അല്ലെ. എന്താണ്? ഒരു കംഫർട്ട്നെസ്സും അതുപോലെ തന്നെ സേഫ്റ്റിയും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ ആ പോയിന്റ്? ഇനി അതിനെ കുറിച്ച് നമ്മൾ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ അല്ലേ? പോയിന്റുകൾ പഠിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ, പിന്നെന്താണ്? ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. എന്താണ്?
രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം രോഗിയെ എവിടേക്ക് മാറ്റേണ്ടത്, വാർഡിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, എന്താണ് രോഗിയുടെ കണ്ടീഷൻ ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോ എമർജൻസി കേസോ അങ്ങനെയൊക്കെ ആയിരിക്കും രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത്, ചിലപ്പോ ICUലും അവിടെയൊക്കെ ആയിരിക്കും. പിന്നെ എന്താണ് വാർഡിലേക്ക് മാറ്റും അല്ലെ, അവന്റെ കണ്ടീഷൻ ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്ക് മാറ്റും, എന്താണ് വാർഡിലേക്ക് മാറ്റും. അപ്പൊ അതാണ് ആ പോയിന്റിൽ പറയുന്നത്, അവിടെ അവന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവന്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കണം എവിടേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, എവിടേക്ക് ചേഞ്ച് ചെയ്യാൻ, വാർഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, പിന്നെന്താണ് ടു ബി റെഡി ഫോർ എനി എമർജൻസീസ് അല്ലെ, എന്താണ് നഴ്സുമാരും ഡോക്ടേഴ്സ് ആയാലും എന്താണ് എപ്പോഴും എമർജൻസി വരാം എന്നുള്ള രീതിയിലായിരിക്കണം അവര് മുൻപോട്ട് പോവേണ്ടത്. അവര് റെഡി ആയിട്ടിരിക്കണം, എമർജൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവര് റെഡി ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് സോ ആസ് ടു എസ്റ്റാബ്ലിഷ് എ തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് അല്ലെ, നേഴ്സും പേഷ്യന്റും തമ്മിൽ എന്ത് ചെയ്യാം, ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം, എന്താണ് ഒരു മെന്റൽ കണ്ടീഷൻ ഓക്കെ അല്ലാത്ത, മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ വന്നു അല്ലെ, അപ്പൊ ഡോക്ടർ ചികിത്സിച്ചു, കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇത് ചെയ്തു, ഡോക്ടർ അയാളെ വീട്ടിലേക്ക് പറഞ്ഞു വിടോ, ഇല്ലല്ലോ. അയാളുടെ എന്താണ് അയാളെ നിരീക്ഷിച്ചിട്ട് എന്താ ചെയ്യും, ബെറ്റർ ട്രീറ്റ്മെന്റിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്താണ് നേഴ്സും ആ രോഗിയും തമ്മിലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാനും എങ്ങനെയാണ് അയാൾക്ക് ഇതുണ്ടായത്, ഈ മെന്റലി ഉള്ള രോഗമുണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ അങ്ങനെ അറിഞ്ഞ് അയാൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നേഴ്സും രോഗിയും തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആകും. അങ്ങനെ ഡെവലപ്പ് ആയതിനു ശേഷം എന്താണ് ബെറ്റർ ട്രീറ്റ്മെന്റ് ആൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് പറയുന്നത് തെറാപ്യൂട്ടിക് എന്താണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ആരൊക്കെ തമ്മില്, നേഴ്സും പേഷ്യന്റും തമ്മില്. ഇനി എന്താണ് ടു ഇൻവോൾവ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, എന്താണ് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അല്ലെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണ് ഫാമിലിനെയും കൂടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബെറ്റർ കെയർ കൊടുക്കുമ്പോൾ ഫാമിലിനെയും കൂടി എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്തണം, ഇൻവോൾവ് ചെയ്യിക്കണം. ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൾപ്പെടുത്തുക. അപ്പൊ എന്താണ് പേഷ്യന്റിനെ എന്താണ് ബെറ്റർ കെയർ കൊടുക്കുമ്പോൾ അവരുടെ ഫാമിലിനെയും കൂടിയും അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. പിന്നെന്താണ് ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, എന്താണ് പറയുന്നത്, അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അസിസ്റ്റ് എന്താണ് സഹായിക്കുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക എന്നൊക്കെയാണ് അസിസ്റ്റിന്റെ അർത്ഥം. അപ്പൊ എന്താണ് പറയാം, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ എന്നാണ് പറയുന്നത് അല്ലെ. ഫാമിലിനെയും അതുപോലെ തന്നെ പേഷ്യന്റിനെയും സഹായിക്കണം, ആരെ, ഡോക്ടേഴ്സും നേഴ്സും. എങ്ങനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയാം, എന്താണ് മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു വ്യക്തി എന്താണ് അയാളെ കൊണ്ട് എന്താണ് ഈ ഫാമിലിക്ക് ആയാലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അയാൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ തേടുമ്പോൾ അയാൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും പിന്നെ അയാളുടെ എന്താണ് ബെറ്റർ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഫാമിലിയെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കണം നമ്മൾ. അങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ഫാമിലിക്ക് എന്ത് ചെയ്യാം, അഡ്വൈസ് കൊടുക്കുക അല്ലെ, ഉപദേശം നൽകുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ബെറ്റർ ആവും, ഒന്നുകൂടി ബെറ്റർ ആവാനായിട്ട് ഹെൽപ്പ് ആവും. അങ്ങനെയുള്ള ഉപദേശങ്ങളായാലും ഫാമിലിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക, ഫാമിലിനെയും കൂടി സഹായിക്കുക, ബൈസ്റ്റാൻഡർ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ടു അസിസ്റ്റ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പ്രോസസ്സിൽ പഠിച്ചത് ഏതൊക്കെയാണ്, പ്രോസസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും, സിമ്പിൾ പോയിന്റ് ആണ്. എന്താണ് ഇമ്മീഡിയറ്റ് കെയർ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സേഫ്റ്റി അല്ലെങ്കിൽ കംഫർട്ട് രോഗിക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞത്,
അയാളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം വാർഡിലേക്ക് മാറ്റേണ്ടത്. കണ്ടീഷൻ നോക്കിയിട്ട് വേണം, ബെറ്റർ ആയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം വാർഡിലേക്ക് മാറ്റാൻ. പിന്നെ എന്താണ്, എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. ഡോക്ടേഴ്സും നേഴ്സും എന്താണ് എപ്പോഴും റെഡി ആയിട്ടിരിക്കും എന്തെങ്കിലും എമർജൻസി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, രോഗിയും നേഴ്സും തമ്മിലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെന്താണ്, ടു ഇൻവോൾവ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ, ഫാമിലിനെയും കൂടി എന്ത് ചെയ്യാ, ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് ഫാമിലിനെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കണം. പിന്നെന്താണ്, ടു അസിസ്റ്റ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, സഹായിക്കുക അല്ലെ, ഫാമിലിനെയും പേഷ്യന്റിനെയും അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. ഓക്കെ, മനസ്സിലായോ? പോയിന്റുകൾ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് ടൈപ്പ് ഓഫ് അഡ്മിഷൻ. 2 ടൈപ്പ് ഓഫ് അഡ്മിഷനെ കുറിച്ചാണ്. എമർജൻസി അഡ്മിഷനും അതുപോലെ റുട്ടീൻ അഡ്മിഷനും. ഏതൊക്കെയാണ്? എമർജൻസി അഡ്മിഷനും റുട്ടീൻ അഡ്മിഷനും. ഫസ്റ്റ് വൺ നോക്കാം. The client are admitted with the acute condition requiring immediate treatment. അല്ലെ, എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ അല്ലെ, എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നമ്മള് കെയർ കൊടുക്കേണ്ടതാണ് എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ എന്താണ്, അതിന് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, പിന്നെ എന്താണ്, ആക്സിഡന്റ് കേസ് ഒക്കെ വരുമ്പോൾ, പിന്നെ പോയിസണിങ് ഒക്കെ വരുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ, അഡ്മിറ്റ് ആക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ അതാണ് എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം രോഗിക്ക്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രമായ ട്ടാ. അക്യൂട്ട് മീൻസ് തീവ്രമായ. അതിന്റെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് കിട്ടും ട്ടാ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. ഇത് വെച്ചിട്ട് എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഇനി എന്താണ് റുട്ടീൻ അഡ്മിഷൻ. റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, clients are admitted for investigation and planned treatment of surgeries. എന്താണ്, ഫോർ എക്സാമ്പിൾ ക്ലയന്റ് വിത്ത് ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ ബ്രോൺചൈറ്റിസ്. എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങി എല്ലാവരും. BP, എന്താണ്, രക്തസമ്മർദ്ദം. പിന്നെ എന്താണ് ഡയബറ്റീസ്. എന്താണ് ഡയബറ്റീസ്? അറിയാലോ, അവർക്കും മിസ് ചോദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ, ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം. പിന്നെ എന്താണ് ബ്രോൺചൈറ്റിസ്. ബ്രോൺചൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രോൺചൈറ്റിസ് ശ്വസനനാള രോഗം, ശ്വാസം മുട്ടം എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് ബ്രോൺചൈറ്റിസ്. പറയാം. അപ്പൊ എന്താണ്, ഇപ്പോ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ടില്ലേ, ക്ലയന്റ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അവിടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടെസ്റ്റുകളാണ്. ടെസ്റ്റുകൾ നടത്തുന്നതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്, ഇപ്പൊ എന്താണ് MRI ചെയ്യും, അതുപോലെ യൂറിൻ ടെസ്റ്റ് നടത്തും, BP ചെക്ക് ചെയ്യും അല്ലെ, ബ്ലഡ് ടെസ്റ്റുകൾ നടത്തും. അതിനെയാണ് ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, ഇതെന്താണ്, ഇപ്പൊ സർജറീസിനൊക്കെ രോഗികൾക്ക് സർജറി ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, അപ്പോ ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ട് അപ്പൊ തന്നെ ഡോക്ടർ പറയും സർജറി നടത്താം, ഇന്ന് സർജറി നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും? അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ പറയൂലല്ലോ. എന്ത് ചെയ്യും? പ്ലാൻഡ് ആയിരിക്കും അല്ലെ. അവിടെ എന്താണ്, ഇന്ന ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം അല്ലെ, ഇന്ന ദിവസം ഡേറ്റ്, ഇന്ന ദിവസം വായോ എന്ന് പറയില്ലേ, പറയോ? സർജറി ചെയ്തിട്ടുണ്ടോ? അപ്പൊ എന്താണ്, അങ്ങനെ. അപ്പൊ പ്ലാൻഡ് ആയിരിക്കും. ആ പ്ലാൻ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയാം. പിന്നെ എന്താണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇന്ന ദിവസം പോയിട്ട് ആ റുട്ടീൻ നമ്മൾ ചെക്ക് ചെയ്യില്ലേ, ആ റുട്ടീൻ, അതാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. സർജറി ഒക്കെ നടത്തുമ്പോൾ എന്തായിരിക്കും, പ്ലാൻഡ് ആയിരിക്കും. ഒരു ഡോക്ടർ എന്ന് പറയും, ഓരോ ദിവസം പറയും, ആ ഡേറ്റിനനുസരിച്ചിട്ടായിരിക്കും സർജറീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെ, പ്ലാൻഡ് ആയിരിക്കും. അത് മനസ്സിലാക്കി വെച്ചത്. ആ പോയിന്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും അല്ലെ.
പിന്നെന്താണ് അതിന്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കണം കേട്ടോ. എന്താണ് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ആക്സിഡന്റ് കേസ്, പോയിസണിങ് കേസ് ഒക്കെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് എമർജൻസി അഡ്മിഷൻ എന്ന് പറയുന്നത്. സഡൻ. ഓക്കെ. പിന്നെ എന്താണ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡ് ആയിരിക്കും. പ്ലാൻ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. എന്താണ് ബ്ലഡ് പ്രഷർ, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകള്, MRI ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇന്ന ഡേറ്റ് തരും ഡോക്ടർ, അല്ലെ ഇന്ന ദിവസം വന്ന് ചെയ്തോളൂ. അല്ലെങ്കിൽ സർജറി ഒക്കെ എന്തായിരിക്കും ഇന്ന ദിവസം വന്ന് ചെയ്തോളൂ എന്ന് പറയും അല്ലെ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, ഓരോ ഡേറ്റുകൾ തരും. അപ്പൊ എന്തായിരിക്കും അത് റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡ് ആയിരിക്കും. ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ. ഓക്കെ. നിങ്ങൾക്കറിയാം, അമ്മമാരായതുകൊണ്ട് അറിയാം. ഓക്കെ. ഇത്രയുമാണ് ഞാനിപ്പോ എടുക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ ഈ പോയിന്റ്? ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അപ്പോ ടൈപ്പ് ഓഫ് അഡ്മിഷൻ എന്താ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കണം കേട്ടോ. കിട്ടും. ബ്രോൺസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ട്, ശ്വസനനാള രോഗങ്ങൾ. അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തീവ്രമായ. ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മക്കളെ? നാളെ വരുമ്പോ ഇത് പഠിച്ചിട്ട് വരണോട്ടാ. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇനിയും പോയിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. തെറാപ്യൂട്ടിക് മീൻസ് ചികിത്സാപരമായ. തെറാപ്യൂട്ടിക് മീൻസ് ചികിത്സാപരമായ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പഠിച്ചിട്ട് വന്നോളുടെ മക്കളെ. ശരിയാണ്. ഓക്കെ. താങ്ക് യു.